നമ്മളിന്ന് നോക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമമുണ്ടോ, മനസ്താപം തോന്നുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. കിങ് ഓഫ് സ്വാർഡ്സ്, സൺ, 8 ഓഫ് കപ്സ്, ഹാർമറ്റ്, മൂൺ, 4 ഓഫ് സ്വാർഡ്സ്, 6 ഓഫ് കപ്സ്. തീർച്ചയായും നിങ്ങളുടെ ഇടയിൽ എന്തോ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ സന്തോഷം കൊടുക്കാനായിട്ട് ഉള്ള ഒരേ ഒരു വ്യക്തി നിങ്ങളാണ് എന്ന് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്നും പോയാൽ അവർക്ക് ജീവിതത്തിൽ പിന്നൊന്നുമില്ല, അവർ ഒറ്റപ്പെട്ടിട്ടാണ് എന്ന് അവർ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് അവർ ഫീൽ ചെയ്യാറുണ്ട്. ആ ഇൻസെക്യൂരിറ്റീസ് കാരണമുള്ള ആ ഒരു എടുത്തുചാട്ടത്തിലാണ് ഇവർ ഈ വഴക്കിടുന്നതും ഈഗോ ക്ലാഷ് ഉണ്ടാവുന്നതും. ഓക്കെ, പക്ഷെ അത് കഴിഞ്ഞാൽ അവർ അതിനെക്കുറിച്ച് ഓർത്ത് ഉറങ്ങാതിരിക്കും, കരയും, വിഷമിക്കും. അങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് എപ്പോഴും. നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർമ്മകൾ, നല്ല ഓർമ്മകൾ അവരുടെ മനസ്സിലുണ്ട്. അതൊന്നും അവർക്ക് വിട്ട് കളയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും വഴക്കുണ്ടെങ്കിലും അവർക്ക് നിങ്ങളാണ് അവരുടെ ലൈഫിലുള്ള പോസിറ്റിവിറ്റി. നിങ്ങളെ വിട്ട് കളയാൻ അവർക്ക് സാധിക്കില്ല. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിലേക്ക് വരണം എന്ന് തന്നെ അവർ ആലോചിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ലവേഴ്സ്, ഒരുപാട് സ്നേഹം തന്നെയാണ് അവർക്ക് നിങ്ങളോട്. തീർച്ചയായും നിങ്ങളെ അവർ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കതിൽ മനസ്താപമുണ്ട്. അവരൊരു റീയൂണിയൻ വേണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ അടുത്ത് പിണങ്ങിയിരിക്കുകയാണെങ്കിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി സംസാരിച്ച് കാര്യങ്ങൾ സെറ്റിലാക്കി ഒരു റീയൂണിയനിലേക്ക് വരണം, കാണുന്ന സമയത്തൊന്ന് ചേർത്ത് പിടിക്കണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ. അവർ തീർച്ചയായും സങ്കടപ്പെടുന്നുണ്ട് നിങ്ങളെ വിഷമിപ്പിച്ചതിൽ കേട്ടോ.